ഹായ് ഗൈസ്, നമ്മുടെ നാലാമത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ജാവാസ്ക്രിപ്റ്റിലെ നാലാമത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: ഡെവലപ്പ് എ വെബ് പേജ് ടു ഫൈൻഡ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഡെവലപ്പ് എ വെബ് പേജ് ടു ഫൈൻഡ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. The page should contain a drop-down list from which the user can select a state. The page should contain a drop-down list from which the user can select a state. On clicking the show button, the web page should display the capital of the state in another text box. On clicking the show button, the web page should display the capital of the state in another text box. Write the required JavaScript. അപ്പം ഇങ്ങനെ ഒരു കോംബോ ബോക്സ് വേണം, ഒരു ടെക്സ്റ്റ് ബോക്സ് വേണം, പിന്നെ ഒരു ബട്ടൺ വേണം. അപ്പോൾ നമുക്കത് ഈ കോംബോ ബോക്സിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഷോ ബട്ടൺ കോംബോ ബോക്സിൽ അത് സെലക്ട് ചെയ്യുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ക്യാപിറ്റൽ സിറ്റി വരും. ഈ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ HTML എഴുതുന്നു, ഹെഡ്. ഇപ്പോൾ ഇത് സ്വിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ച് എന്നുള്ള കൺട്രോൾ സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഹെഡിൽ തന്നെ ഒരു ഫങ്ഷൻ എഴുതുകയാണ്. ഞാനതിന് ക്യാപിറ്റൽ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കോംബോ ബോക്സിൻ്റെ ഇൻഡെക്സ്, കോംബോ ബോക്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഈ സ്വിച്ച് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ ഇൻഡെക്സ് നമ്മൾ സെലക്ട് ചെയ്യണം. ആ ഇൻഡെക്സ് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ പറയുന്നത് document.frm.document.formName. ആ കോംബോ ബോക്സിൻ്റെ പേര് cbo.selected index. അത് S സ്മോൾ ലെറ്ററാണ്, I ക്യാപിറ്റൽ ലെറ്ററാണ്. അത് എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ആ ടെക്സ്റ്റ് ബോക്സിൽ വരാനുള്ള വാല്യൂ ANS എന്നുള്ളതിൽ കൊടുത്തിരിക്കുന്നു, സ്വിച്ച് N കൊടുത്തിരിക്കുന്നു. കേസ് 0 ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് കേരളയാണ്, അപ്പോൾ തിരുവനന്തപുരം എന്ന് ആൻസർ വരും. കേസ് 1 കർണാടക, അടുത്തത് കർണാടക, രണ്ടാമത്തെ കർണാടക, അപ്പോൾ ആൻസർ ഈക്വൽ ടു ബാംഗ്ലൂർ. കേസ് 2 അതായത് മൂന്നാമത്തെ തമിഴ്നാടു, അപ്പോൾ ആൻസർ ചെന്നൈ. നാലാമത്തെ മഹാരാഷ്ട്ര, ആൻസർ ഈക്വൽ ടു മുംബൈ. ബ്രേക്ക് കൊടുക്കുക, സ്വിച്ച് അവിടെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ ആൻസറുള്ള വാല്യൂ ആ ടെക്സ്റ്റ് ബോക്സിലേക്ക് കൊടുക്കുക. document.frm.text.value ഈക്വൽ ടു ആൻസർ. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്നു, ഹെഡ് ക്ലോസ് ചെയ്യുന്നു, ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു, ഫോം എഴുതുന്നു, ഫോമിന് പേര് കൊടുക്കുന്നു. പിന്നെ അത് സ്റ്റേറ്റ് എന്നുള്ളതൊന്നും സെൻറ്ററിലെ ഡ്രോപ്പ് ഡൗൺ ബോക്സ് വരാൻ വേണ്ടിയിട്ട് സെൻറ്റർ എന്നുള്ള ടാഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം സെൻറ്റർ, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടാഗ്സും എല്ലാ കൺട്രോൾസും സെൻറ്ററായിട്ട് തന്നെ വരും. അത് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇല്ലാതെ ചെയ്യാം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊടുക്കാനായിട്ട് സെലക്ട് ആണ് കൊടുക്കുന്നത് ടാഗ്. സൈസ് ഈക്വൽ ടു 4, ഇപ്പോൾ 4 കാര്യങ്ങളാണ് അതിനകത്ത് കൊടുക്കുന്നത്. സൈസ് ഈക്വൽ ടു 4, നെയിം അവിടെ നേരത്തെ പറഞ്ഞ പോലെ CBO. പിന്നെ ഓരോ ഓപ്ഷൻസ്, ഇതെല്ലാം കണ്ടെയ്നർ ടാഗാണ്. ഓപ്ഷൻ കേരള, ഓപ്ഷൻ ക്ലോസ് ചെയ്തു. ഓപ്ഷൻ കർണാടക, ഓപ്ഷൻ ക്ലോസ് ചെയ്തു. ഓപ്ഷൻ തമിഴ്നാടു, ഓപ്ഷൻ സെലക്ട് ക്ലോസ് ചെയ്തു. 2 ബ്രേക്ക് ഇട്ടിട്ട് ക്യാപിറ്റൽ സിറ്റി ഈക്വൽ ടു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു ടെക്സ്റ്റ്. ഇത് ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു, അതിന് വാല്യൂ ഷോ എന്ന് കൊടുത്തിരിക്കുന്നു. ഓൺ ക്ലിക്ക് ഈക്വൽ ടു ആ ഫങ്ഷൻ്റെ പേര്, ക്യാപിറ്റൽ എന്നാണ് ആ ഫങ്ഷൻ്റെ പേര്, അത് കൊടുത്തിരിക്കുന്നു കൊട്ടേഷനിൽ. സെൻറ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു, ഫോം ക്ലോസ് ചെയ്യുന്നു, ബോഡി ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ സ്റ്റേറ്റ് കേരള എടുത്തു, ഷോ കൊടുത്തു, തിരുവനന്തപുരം എടുത്തു, കർണാടക എടുത്തു, ബാംഗ്ലൂർ, തമിഴ്നാട് എടുത്തു, ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ചെന്നൈ വന്നു, മഹാരാഷ്ട്ര എടുത്തു, ഷോ എടുത്താൽ മുംബൈ വന്നു. അപ്പം ഇങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് എടുക്കാം. അതെല്ലാവരും ഇത് ചെയ്ത് നോക്കുക.
എന്നിട്ട് ഔട്ട്പുട്ട് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻസ് വന്നിട്ട് വേണ്ട, ഇങ്ങനൊരു സ്ട്രക്ചർ പ്രിൻ്റ് ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഓക്കെ, താങ്ക് യു.